ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും കുടുംബം ഏറെ നിൽക്കുക. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? അറിയില്ല. അമ്മ പാടിയ പാട്ട് ഏത് സിനിമയിലെന്നറിയോ? എന്റെ ആണോ? ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രമാത്രം ഇങ്ങനെ അലയടിക്കുന്നത്? ദിയ കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണകുമാറിൻ്റെ മകള്, ഇവരൊക്കെ ഇങ്ങനെ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് വന്ന് കയറിയതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ കൃഷ്ണകുമാറിൻ്റെ പ്രസൻസ് ഒന്നുമല്ല അവരുടെ ജീവിതത്തിൽ പ്രധാനമായി തീർന്നത്. കൃഷ്ണകുമാറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത് 1994 ആ 94 തന്നെയാണെന്ന് തോന്നുന്നു അവർ വിവാഹിതരാവുന്നതും. അവരെ തിരുവനന്തപുരം ക്ലബ്ബിൽ വെച്ച് വിവാഹിതരാകുമ്പോൾ അതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഒരു പുത്തൻ പണക്കാരിയായിട്ടുള്ള സിന്ധു കൃഷ്ണ, അച്ഛൻ ഗൾഫിലൊക്കെ പോയി 4 കാശുണ്ടാക്കി. ഇവർ ദൂരദർശനിൽ ഇദ്ദേഹം ന്യൂസ് റീഡറായിട്ട് ടെമ്പററി വേക്കൻസിയിൽ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഇവർ കണ്ടുമുട്ടുന്നതും. അങ്ങനെ കൃഷ്ണകുമാറിനെ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ദുശ്ശാഠ്യത്തിൻ്റെ മുമ്പിൽ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അച്ഛനും അമ്മയും വഴങ്ങുന്നു. അങ്ങനെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് അന്ന് 1994. അത് കഴിഞ്ഞ് കൃഷ്ണകുമാർ ആ 94 തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമായിട്ടുള്ള കാശ്മീരത്തിലെ ഉണ്ണി എന്നുള്ള ക്യാരക്ടർ റോളിൽ നിന്ന് തുടങ്ങി ഒരുപാട് സിനിമകൾ, ഒരു 85 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിലൊക്കെ വന്നു പോകുന്ന ചെറിയ റോളുകളാണ്. വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമാണ് കൃഷ്ണകുമാറിൻ്റെ ചെറിയൊരു വേഷം, ഒരു 15-20 മിനിറ്റ്, അല്ലെങ്കിൽ സിനിമയിൽ ഉടനീളം കാണുന്നത് പിന്നെ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ചിപ്പിയുമായിട്ട് സഹകരിച്ച ഒരു സിനിമയാണ്. അതിലൊരു നായക കഥാപാത്രം, അത് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ലോങ് ആയിട്ടുള്ള ഒരു നായക വേഷം കൊടുത്തിട്ടുള്ളൊരു സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൃഷ്ണകുമാറിൻ്റെ സിനിമയിൽ നിന്നുണ്ടാക്കിയ സാമ്പത്തിക പശ്ചാത്തലമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഉയർത്തിയത്. ഇതിനെ പറ്റിയിട്ട് കൃഷ്ണകുമാർ എന്നെ നമ്മളോട് പറയണം, നമുക്കൊന്ന് കേൾക്കാം. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചുകളാണ്. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുള്ളൂ, ഞങ്ങൾ പെട്ടുപോയിരുന്നു. കോവിഡ് ഈ ഓൺ ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്. ഇതൊന്നും പറയത്തില്ല, പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. കോവിഡ് എന്നുള്ള ആ മഹാമാരി വന്നപ്പോൾ ആ കോവിഡിൻ്റെ സമയത്ത് മനുഷ്യർ എന്ത് ചെയ്യും? നിലനിൽപ്പിനായിട്ട് ഓടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെയുള്ള സമയത്താണ് ഒരുപാട് പേര് യൂട്യൂബിലേക്ക് തിരിയുന്നത്. ആ യൂട്യൂബിൻ്റെ ഇൻകം എന്നുള്ള ആകർഷണം തന്നെ. ഈ സമയത്ത് കൃഷ്ണകുമാറും ഫാമിലി ആ സമയത്ത് തന്നെയാണ് ഏകദേശം യൂട്യൂബിൽ വരുന്നത്. അതിന് 1-2 വർഷം മുമ്പ് ദിയ കൃഷ്ണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ദിയയാണ് കൂടുതലും അവരുടെ ഫാമിലിയിൽ യൂട്യൂബിൽ ആക്റ്റീവായത്. ദിയയുടെ ആ പണ്ടത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യം 4 പെൺകുട്ടികൾ രംഗപ്രവേശനം ചെയ്തു, പിന്നെ അച്ഛനും അമ്മയും രംഗപ്രവേശനം ചെയ്തു. യൂട്യൂബ് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റായി മാറി. അതല്ലെങ്കിൽ അവർ ഇത്രയും ജീവിത സൗകര്യത്തിൽ ഇങ്ങനെ ഭൗതികമായിട്ട് ഇങ്ങനെ കാറുകൾ ഉണ്ടാവുക. സിന്ധു കൃഷ്ണ ഞാൻ പറഞ്ഞല്ലോ ഒരു പുത്തമ്പണക്കാരൻ്റെ മോളായിരുന്നെങ്കിലും മിനിമം ഇപ്പോൾ ഒരു കാറ് അല്ലെങ്കിൽ കുറച്ച് സ്വർണം, ഇതല്ലാതെ ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇൻകം, ലക്ഷക്കണക്കിന് വരുമാനം, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത ഏറ്റവും താഴെയുള്ള കുട്ടി വരെ അതിൻ്റെ ഒരു ഭാഗമായി. പിന്നെ ഇപ്പോൾ അവർ മെച്ചുറായി. അങ്ങനെ ഈ 4 പെൺകുട്ടികൾക്കും അവരുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വരുമാനം കയ്യിൽ വരികയും അച്ഛനും അമ്മയും ഈ രംഗത്തേക്ക് വന്ന് അവർക്കും അപ്പോൾ എല്ലാവരുടെയും കൂടി വരുമാനം അവരുടേതായിട്ടുള്ള ജീവിതം ഫോം ചെയ്യാനുള്ള അവരുടെ ഒരു പക്വത, സാമ്പത്തികമായിട്ടുള്ള ഒരു അടച്ചുറപ്പ് എല്ലാ കുട്ടികൾക്കും അവരുടെ പ്രായത്തിന് മുമ്പേ തന്നെ ഉണ്ടായെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ്, തനിച്ചുള്ള ഒരു യാത്ര, ഒരു വിദേശ ടൂറ്, അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ട്രെൻഡിങ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അങ്ങനെ ജീവിതത്തിൽ ഒരു മിനിമം ലക്ഷറി അല്ലെങ്കിൽ ആ പോഷ് അവർക്ക് വന്നു ചേർന്നത് അത് യൂട്യൂബ് കൊണ്ട് മാത്രമാണ്. എന്തായാലും യൂട്യൂബിൽ ഫർദറായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങളിലൂടെ അവർ പോയി. ദിയ കൃഷ്ണയുടെ ലവ് അഫയർ, അശ്വിനെ വിവാഹം കഴിക്കുന്നു, എന്തൊക്കെയായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ ട്വിസ്റ്റുകൾക്കൊക്കെ സാക്ഷി യൂട്യൂബാണ്. ലാസ്റ്റ് ഇപ്പോൾ വിവാദത്തിൻ്റെ ചുഴിയിലാണ് തൻ്റെ വീട്, അതല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങൾ എയറിലാണെന്ന് തന്നെ കൃഷ്ണകുമാർ സമ്മതിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാം. വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും കുടുംബം ഏറെ നിൽക്കുക.
അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കലേ എന്ന് പറയുന്നത് ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോൾ ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 88 വയസ്സും അവൾക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചോദ്യം ചുറ്റി കൂട്ടിയതേ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് സമാനമായിട്ടൊരു നിങ്ങളുടെ മോള് തന്നെ ഒന്ന് പറയാനുള്ളൂ. കൃഷ്ണകുമാറിനറിയാം ഭാര്യയുടെ മാതാവും സ്വന്തം മകളും തമ്മിൽ നടത്തിയ ആർഗ്യുമെന്റ്. അത് ഞാൻ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അറിയാതെ മകളത് ചെയ്തു പോയി. എന്നിട്ട് മകളുടെ സപ്പോർട്ട്, കുഴപ്പമില്ല അവളങ്ങനെ ചെയ്തോട്ടെ, ഞാൻ ആ 30 ഏജിലാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ്. പിന്നെ മകളും ചെയ്തിട്ടുള്ളൂ എന്ന് അയാൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും ആ മകളത് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയിലെ ആ ഒരു സുപ്പീരിയോറിറ്റി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അംഗങ്ങൾ കൂടുതലാണെന്നിരിക്കെ, ഭാര്യയും 4 പെൺകുട്ടികളും 5 സ്ത്രീകളും 1 പുരുഷനും, പ്രത്യേകിച്ച് ആ പുരുഷാധിപത്യത്തിൽ അവിടെ ഒന്നും ചെയ്യാനില്ല, പുരുഷന് അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഏറ്റവും പ്രധാനം അവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് യൂട്യൂബ് കൂടെ സമ്പാദിക്കുന്നവരാണ്. കുട്ടികളെ അങ്ങനെ നല്ല കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ഉന്നത പഠനം നടത്തി ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ എൻട്രൻസിനോ നീറ്റിനോ ഒന്നിനും പോയിട്ട് കൃഷ്ണകുമാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അവർ ഡിഗ്രി കഴിഞ്ഞു, മിനിമം ക്വാളിഫൈഡ് ആയി. മുമ്പത്തെ ചേച്ചി ഇതാ യൂട്യൂബിലുണ്ട്, എന്നാൽ പിന്നെ ഞാൻ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ വിഷ്വൽ മീഡിയാസിൽ ഏകദേശം ആ പബ്ലിക് മീഡിയകളിൽ എല്ലാത്തിലും അവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഫെയിം അവർക്ക് കുട്ടികൾക്ക് 1-2 സിനിമകൾ കിട്ടി, അതിലൂടെ ഇൻകായി. പ്ലസ് എന്ത് കാര്യം അവരൊരു ചായ കുടിച്ചാലും അത്രയും വ്യൂസ്, പ്രൊമോഷൻസ്. ഇൻസ്റ്റാഗ്രാമിൽ അവർ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് പ്രൊമോഷൻസ്, ഓരോ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അറിയാലോ, ആ പ്രോഡക്റ്റിൻ്റെ നല്ലൊരു ശതമാനം അവർക്ക് കമ്മീഷനായിട്ട് കിട്ടും. പിന്നെ ഇഷാനി വാങ്ങിച്ചതാണ്, അധികം വാങ്ങിയതാണ്, ഇവർ ഇങ്ങനത്തെ ക്രീമാണ് ഉപയോഗിക്കുക, എന്നാൽ പിന്നെ ഞങ്ങൾ ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരുടെ കമ്മീഷൻ ത്രൂ പ്രൊമോഷൻ പ്ലസ് യൂട്യൂബ് വരുമാനം, ഇതൊക്കെ ആവുമ്പോൾ വീട്ടിലെ സ്ത്രീ പ്രജകൾ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളിത് പറയുമെന്ന് പറഞ്ഞാൽ പറയണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളിത് പറയും എന്ന് പറഞ്ഞിട്ടാണ് ആ മൂത്ത മകളത് പറഞ്ഞത്. ആ മൂത്ത മകൾ അതിന് വല്ലാതെ എക്സ്പോസ്ഡായി. അത് ആ അമ്മ കാരണം തന്നെയാണ്. അമ്മയാണ് ആ മൂത്ത മകളെ ഒരു ടൂളാക്കിയിട്ട് സ്വന്തം അമ്മയ്ക്കെതിരെ പടം നയിക്കാനായിട്ട് ഇറക്കി വിടുകയും അത് അവരുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്, ദോഷകരമായി. പ്രത്യേകിച്ച് ആ മകളുടെ വിവാഹം കഴിക്കാനിരിക്കെ ഈ പെണ്ണ് അവരുടെ ഒരു പ്രതിച്ഛായ തന്നെ ഈ ഒരു ഇമേജിനെ തന്നെ വല്ലാത്തൊരു കോട്ടം തട്ടി. തീർച്ചയായിട്ടും കൃഷ്ണകുമാറും ആ വീടിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അയാൾ അറിയാത്തതൊന്നുമില്ല. എങ്കിലും അയാൾക്കും ഒരു പരിധി വരെ ഹെൽപ്ലെസ് ആണ്. ഇപ്പം നമ്മളുടെ ദിയയുടെ കാര്യത്തിൽ അശ്വിൻ ഹെൽപ്ലെസ് ആവുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ അശ്വിൻ തിക്കി തിരക്കിയിട്ട് ആ വീഡിയോയിൽ അയാളൊന്ന് മുമ്പിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു 50% അയാൾ പരാജയപ്പെടുന്നതിന് കാരണം തന്നെ അതാണ്. മൂത്ത മരുമകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് മൂത്ത മരുമകനല്ല, 2ാമത്തെ മകളുടെ ഹസ്ബൻഡ് ആയാലും അയാൾക്ക് വലിയ വോയിസ് ഒന്നുമില്ല. അയാളുടെ ഭാര്യ വീട്ടിലും വലിയ വോയിസ് ഇല്ല. അതിൻ്റെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് ആ മരുമകൻ എന്ന റെസ്പെക്റ്റോട് കൂടി അയാളെ ട്രീറ്റ് ചെയ്യുന്നതോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവരുടെ വീട്ടിലുണ്ടാവുന്നില്ല. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അയാൾ അത്ര വലിയ സാമ്പത്തിക പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ദിയയുടെ ഒരു സെക്കൻഡ് ചോയ്സ് ആയിരുന്നു അയാൾ. അപ്പോൾ 2ാമത്തെ ചോയ്സ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, 2ാമത്തെ ചോയ്സ് ആയിട്ടുള്ള ഒരു ലവർ, അതിലൂടെ തന്നെയാണ് അയാളുടെ ആ ഒരു ഭർത്താവ് എന്നുള്ള പദവി അയാൾ അവിടെ ഒതുങ്ങിയിരിക്കുകയാണ്. അയാൾക്ക് അവിടെ രാവിലെ ജോലിക്ക് പോകണ്ട, ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള സാധനങ്ങൾ വാങ്ങി വൈകുന്നേരം വരണ്ട. അയാളുടെ ജീവിതം എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റി പ്ലസ് യൂട്യൂബർ പ്ലസ് ബിസിനസ് വുമൺ ആയ ഒരു ഭാര്യയുടെ പുറകിൽ നിൽക്കുക, അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എപ്പോഴും അവരുടെ കുടുംബ ചിത്രത്തിൽ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുക. ഇപ്പം മോൻ്റെ പിറന്നാളിനായാലും എന്തായാലും ആ ഭർത്താവിൻ്റെ സ്ഥാനം ദിയയുടെ ഹസ്ബൻഡ് ആരാ, ഓക്കെ ഞാനാണ്, അത് ഇനി പുറകിൽ നിന്നിട്ടായാലും അത് മതി എന്ന് ആശംസിക്കുന്ന, അതല്ലെങ്കിൽ സ്ത്രീ ആധിപത്യം കൂടുതലുള്ള ഒരു കുടുംബത്തിലേക്ക് ചെന്ന അമ്മായിയച്ഛൻ. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അയാൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് പറയുന്നുണ്ടെങ്കിലും, അയാളുടെ മോട്ടിവേഷൻ, അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും, കൃഷ്ണകുമാറും അശ്വിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അശ്വിൻ കൃഷ്ണകുമാറിനേക്കാൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ഒരു പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ടല്ലോ,
സ്വന്തമായിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിൽക്കാനായിട്ട് അയാൾക്കറിയാം. ഒരിക്കലും ഭാര്യയുടെ പുറകെ നിൽക്കേണ്ട അവസ്ഥ അയാൾക്കില്ല. അവരുടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പല വെല്ലുവിളികളും അവർ നേരിട്ടു. പേഴ്സണൽ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭാര്യയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്ന്. എന്നാലും ഈ 4 പെൺകുട്ടികളെ പ്രതി കുടുംബം എന്നുള്ള ആ ഒരു ഇമേജ് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമായതുകൊണ്ട് അതിനെ ഉയർത്തിക്കാട്ടാനായിട്ട് അയാൾ മാക്സിമം ശ്രമിക്കുന്നു. പിന്നെ ഒരു കുടുംബനാഥൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടിയും വാല്യൂ, ഫാദറിൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ഇഷ്ടം. അമ്മയുടെ ബന്ധുക്കൾ ഇപ്പോൾ അവർക്ക് അന്യരായി തുടങ്ങി. പ്രത്യേകിച്ച് മുത്തശ്ശൻ്റെ മരണശേഷം പ്രത്യേകിച്ച് വലിയ സ്വത്തൊന്നും കിട്ടിയില്ല. അമ്മയുടെ അമ്മയാണെങ്കിൽ മാക്സിമം യൂട്യൂബിൽ അവരായിട്ട് അപമാനിച്ച് നാറ്റിച്ചു. എന്നാൽ പിന്നെ അച്ഛൻ്റെ പൈതൃകം ഒന്ന് തേടി പോകാമെന്ന് ഇപ്പോൾ പിള്ളേർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൻസിക അങ്ങനെയൊക്കെ അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ അമ്മയെ ഓർക്കുന്നു, അച്ഛൻ്റെ അച്ഛനെ ഓർക്കുന്നു, അതൊക്കെ നല്ലതാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻകം ഒന്നും അധികം സംഭാവന ചെയ്തിട്ടില്ല. 4 പെൺകുട്ടികളെ പഠിപ്പിച്ച് ബുദ്ധിമുട്ടിയിട്ടില്ല. മിനിമം ഒരു ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അവർ റെഗുലർ കോളേജിൽ പഠിച്ച് അവർ സ്വയമായിട്ട് ഡിഗ്രി നേടി. പിന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവരെന്നെ അത് സ്വായത്തമാക്കി എന്നുള്ളതാണ്. അപ്പോൾ കോവിഡ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം വേഷം മാറി വന്ന പോലെയാണ്. അങ്ങനെ ഒരു വസ്തു ജീവിതത്തിൽ യൂട്യൂബ് എന്നുള്ള ഒരു എൻട്രി അവരുടെ ജീവിതത്തിൽ ഈ 4 പെൺകുട്ടികളും ഈ അച്ഛനും അമ്മയും ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രഗിളിങ് ഫാദറായിട്ടും ഈ 4 പെൺപിള്ളേരുടെ കല്യാണം കഴിക്കാനായിട്ട് അതിന് പൈസ ഉണ്ടാക്കാനും അവരുടെ പഠിപ്പിനും ഒക്കെ ഓടി നടക്കുന്ന ഒരു പ്രാരാബ്ധക്കാരനായിട്ടുള്ള അച്ഛനായി മാറിയാണ് അയാൾ. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ തൊലിയും മുഖവും ഒക്കെ അയാൾ ഇപ്പോഴും യാതൊരു വക ടെൻഷനും അനുഭവിക്കാത്തൊരു ഭർത്താവാണ് അയാൾ, അല്ലെങ്കിൽ അച്ഛനാണ്. അയാൾക്ക് കിട്ടിയ കുറച്ച് സിനിമകളിൽ നിന്ന് കിട്ടിയത്, പൊളിറ്റിക്സിൽ നിന്ന് കിട്ടുന്നത് ഒക്കെ അയാൾ സ്വന്തം ലേബലിൽ തന്നെ ഒരു വീട്, വലിയൊരു വീട് വെച്ചു. ആ വീട് മാത്രമാണ് അയാളുടെ കരിയർ കൊണ്ട് അയാൾ നേടിയതെന്ന് പറയാം. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ലക്കി കുടുംബനാഥനാണ്. കാര്യം അയാളെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും അയാൾ ഇപ്പോഴും ആ ഒരു പൊളിറ്റിക്കൽ ഇമേജിലും ഒരു സിനിമാ നടൻ എന്നുള്ള ഇമേജിലും ആസ് എ ഫാദർ എന്നുള്ള ഇമേജിലും അയാൾക്കാണ് കുറച്ചും കൂടി ഡോമിനൻസ് പവർ. കുറച്ച് പൈസയുള്ള വീട്ടിൽ നിന്ന് വന്നു എന്നത് ഒഴികെ അമ്മയുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ അമ്മയുടെ ചില കാര്യങ്ങളോടൊന്നും മൂത്ത മകളൊഴികെ ബാക്കിയുള്ള മക്കൾക്ക് വലിയ പ്രതിപത്തിയൊന്നുമില്ല എന്നുള്ളതാണ്. യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എവിടെ നിന്നേനെ എന്നുള്ളത് അവർ തന്നെ ചോദിക്കുമ്പോൾ അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരറ്റല്ല. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മളെപ്പോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, മക്കളുടെ പഠിപ്പ്, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുക, ഇതൊന്നും അവർക്ക് വേണ്ട. എല്ലാ പെൺകുട്ടികളും രാവിലെ എണീറ്റ് ജിമ്മിലേക്കാണ് പോകുന്നത്. കാറിൽ പോയി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഷൂട്ടുണ്ടെങ്കിൽ ഷൂട്ടിന് പോകണം, യൂട്യൂബ് ഷൂട്ടാണെങ്കിൽ അത് ചെയ്യുന്നു. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇടേണ്ട ഫോട്ടോസിനാണെങ്കിൽ അപ്പോഴേക്കും ഫോട്ടോഷൂട്ട് നടത്തുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള റുട്ടീൻ പ്രകാരം അവർ നീങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. അതുപോലുള്ള പെൺകുട്ടികൾ ഒരുപാട് ജോലി ചെയ്തും സർക്കാർ ജോലിയിലും ഒക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ക്യൂട്ട്നെസ് ഒക്കെ പിന്നെ അവരുടെ ഭാഗ്യം ഒക്കെ അവർക്ക് തുണയാമായിരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.